എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് സുരക്ഷിതമായിട്ട് മികച്ച ഓഹരികൾ തിരഞ്ഞെടുക്കാനായിട്ടുള്ള 5 മാർഗ്ഗങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, സുരക്ഷിതമായ മികച്ച ഓഹരികൾ കണ്ടെത്തി നിക്ഷേപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വലിയൊരു നേട്ടം നിങ്ങൾക്ക് ഓഹരിയിൽ നിന്ന് നേടാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേങ്കിലും പ്രശസ്തമായിട്ടുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ 7000 ലിസ്റ്റഡ് കമ്പനീസിൽ നിന്നും നമുക്ക് അനുയോജ്യമായ മികച്ച ഓഹരികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു 5 മാർഗ്ഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അതിലൊന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മനസ്സിലാകുന്ന ബിസിനസ് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഏതെങ്കിലും ഒരു മേഖലയിൽ, ഏതെങ്കിലും ഒരു സെക്ടറിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന കമ്പനി ആയിരിക്കണം. ഓട്ടോ സെക്ടറോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറോ ബാങ്കിങ് സെക്ടറോ, ഏത് സെക്ടറോ ആയിക്കോട്ടെ, ഹെൽത്ത് സെക്ടറോ, ഏത് സെക്ടറോ ആയിക്കോട്ടെ, അതിൽ മികച്ചു നിൽക്കുന്ന ഒരു കമ്പനി ആയിരിക്കണം. ഈ കമ്പനി ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കണം. അതുപോലെ തന്നെ ഈ കമ്പനി ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ബിസിനസ് ആയിരിക്കണം. നമുക്കറിയാം, റോബർട്ട് കിയോസാക്കി, റിച്ച് ഡാഡ് പുവർ ഡാഡിൻ്റെ ഓതറായ റോബർട്ട് കിയോസാക്കി, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റിങ്ങിലൂടെ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനായ വാരൻ ബഫറ്റ് അടക്കമുള്ള ആളുകൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ ആണ് ഈ പറയുന്നത്. അതിൽ അവർക്ക് മനസ്സിലാകുന്ന ബിസിനസ് മാത്രം സെലക്ട് ചെയ്യാനായിട്ടാണ് അവർ ശ്രദ്ധിക്കാറ്. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകൾ, അഡ്വാൻസ്ഡ് ലെവലിൽ ഇനി ഫ്യൂച്ചറിലേക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ബിസിനസ് ചെയ്യുന്ന കമ്പനികൾ സെലക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ആദ്യത്തെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാവിയിലെ ലാഭക്ഷമതയാണ്. ഭാവിയിലെ ലാഭക്ഷമത പരിശോധിക്കുന്ന സമയത്ത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഓരോ ക്വാർട്ടറിലും കമ്പനി നേടിയിട്ടുള്ള ഇൻകം എങ്ങനെയാണ്, ആ ഇൻകത്തിന് ഓരോ ക്വാർട്ടറിലും ഗ്രോത്ത് ആണോ അതോ അത് താഴേക്ക് പോവുകയാണോ ചെയ്തിട്ടുള്ളത്, അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നം അതിന് മാർക്കറ്റുള്ള ഉൽപ്പന്നമാണോ, അതുപോലെ തന്നെ അതിൻ്റെ അവൈലബിലിറ്റി എത്രയാണ്, അതിന് എത്രത്തോളം കോമ്പറ്റീഷൻസ് മാർക്കറ്റിലുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഈ കമ്പനിയുടെ ഒരു ഭാവി ഉണ്ടാവാനായിട്ട് പോകുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ക്വാർട്ടറിലുമുള്ള കമ്പനിയുടെ പെർഫോമൻസ്, അതിൻ്റെ ബാലൻസ് ഷീറ്റ്, അതിൻ്റെ ഡെപ്റ്റ്, കമ്പനിക്കുള്ള കടങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കമ്പനിയുടെ വെബ്സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ മണി കൺട്രോൾ പോലുള്ള ആപ്ലിക്കേഷൻസിലും ഓരോ ക്വാർട്ടറിലുമുള്ള റിസൾട്ടുകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത്തരം റിസൾട്ടുകൾ കൂടെ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ മികവാണ്. അതായത് കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ ഗുണനിലവാരം. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ കമ്പനിയിൽ നിക്ഷേപിക്കാതിരിക്കുക. എപ്പോഴും സത്യസന്ധതയോടും സുതാര്യതയോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു നേതൃനിരയാണ് ഈ കമ്പനിക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ആ കമ്പനിയെ വലിയ വളർച്ചയിലേക്ക് നയിക്കാനായിട്ട് ഇത്തരം മാനേജ്മെൻറ്റുകൾക്ക് സാധിക്കും. അതുപോലെ തന്നെ കമ്പനിയെ വളരെ മോശം കാലഘട്ടങ്ങളിൽ പിടിച്ചുയർത്തിയിട്ടുള്ള ആളുകളാണ് ഈ കമ്പനിക്ക് പുറകിലുള്ളത് എന്നുണ്ടെങ്കിൽ ഈ കമ്പനിക്ക് ഭാവിയിൽ വലിയ വളർച്ച നേടിക്കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിക്ഷേപകർക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്ന, പരിഗണന നൽകുന്ന ഒരു കമ്പനി കൂടി ആണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക. ഈ കമ്പനിയെക്കുറിച്ച് റിസർച്ച് ചെയ്ത സമയത്ത് കമ്പനി കാലാകാലങ്ങളിൽ വേണ്ട രീതിയിൽ ബോണസും ഡിവിഡൻഡും കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടുവരുന്ന കമ്പനികളാണെങ്കിൽ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത്തരം കമ്പനികൾ കൂടുതൽ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത്തരം കമ്പനികളിൽ നമുക്ക് വളരെ വിശ്വാസത്തോടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഈ കമ്പനി ഇൻവെസ്റ്റേഴ്സിനോട് കാണിക്കുന്ന ഒരു പരിഗണന തന്നെയാണ് ഇതിനുള്ളൊരു പ്രധാന കാരണമായിട്ട് നമ്മൾ പറയുന്നത്. നാലാമതായിട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ കമ്പനിയുടെ ആസ്തിയും കടബാധ്യതയാണ്. കമ്പനിയുടെ ആസ്തിയും കടബാധ്യത എത്രയാണെന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനുള്ള ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. കമ്പനിക്കുള്ള കടങ്ങൾ എത്രയാണ്, കമ്പനിയുടെ ടോട്ടൽ ആസ്തി എത്രയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് ഇരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന് കമ്പനിയിൽ എത്ര പെർസെൻറ്റേജ് ഷെയർ ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ചുരുങ്ങിയത് ഒരു 50% മുകളിലെങ്കിലും കമ്പനി പ്രൊമോട്ടേഴ്സിന് ഷെയർ ഉള്ള കമ്പനികളാണ് എപ്പോഴും നല്ലൊരു കമ്പനിയായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കമ്പനികൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് എത്ര പെർസെൻറ്റേജ് ഷെയർ മറ്റെവിടെയെങ്കിലും പ്ലഡ്ജ് ചെയ്തിട്ട് വായ്പ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തൊരു പോയിന്റ്, അതായത് 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓഹരിയുടെ വില നിലവാരമാണ്. അതായത് ഇപ്പോൾ ആ ഓഹരി ലഭിക്കുന്നത് അതിന് അർഹതപ്പെട്ട വിലയേക്കാൾ കൂടുതലാണോ കുറവാണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അർഹതപ്പെട്ട വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഓഹരികളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഒരിക്കലും അർഹതപ്പെട്ട വിലയേക്കാൾ കൂടിയ വിലയ്ക്ക് വിൽക്കുന്ന ഓഹരികളിൽ പോയിട്ട് കൈവയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അത് വലിയ അപകടം വരുത്തി വെച്ചേക്കാം. അപ്പോൾ എപ്പോഴും വാല്യൂ ഇൻവെസ്റ്റിംഗ് മെത്തേഡ് എന്നാണ് അതിന് പറയുക. അതായത് അർഹിക്കുന്ന വിലയേക്കാൾ താഴ്ന്നിരിക്കുന്ന വില, അത്തരം ഓഹരികളിൽ വേണം നമ്മൾ നിക്ഷേപിക്കാനായിട്ട്. ഈ വാല്യൂ ഇൻവെസ്റ്റിംഗ് ആണ് നേരത്തെ പറഞ്ഞ പോലെ വാരൻ ബഫറ്റ് അടക്കമുള്ള വലിയ ഇൻവെസ്റ്റേഴ്സ് പിന്തുടർന്നുകൊണ്ടിരുന്ന മാർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ ഇൻവെസ്റ്റിംഗ്, ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ലാഭം അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അത് അർഹിക്കുന്ന വിലയേക്കാൾ
അതിനേക്കാൾ ചെറിയ വിലയ്ക്ക് ഈ ഷെയർസ് നിങ്ങൾ വാങ്ങുന്ന ഓഹരികൾ ആ ചെറിയ വിലയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ പകുതി ലാഭം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ എപ്പോഴും ഏത് നല്ല ഷെയർ ആണെങ്കിലും അതിൻ്റെ വില നിലവാരം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഓഹരി വില അല്ലെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ വിലയിരുത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ, PE എന്ന് പറയുന്ന ഒരു ഘടകം. അത് നമുക്ക് ഓരോ വെബ്സൈറ്റിലും ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻസും ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കമ്പനിയുടെയും PE റേഷ്യോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്, എത്ര നമ്പർ ഓഫ് ഷെയർസ് അവൈലബിൾ ആണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളതും, അതുപോലെ തന്നെ എത്ര നമ്പർ ഓഫ് ഷെയർസ് ട്രേഡിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ വിലയിരുത്തണം. ചുരുങ്ങിയത് ഒരു 1.5 ലക്ഷം നമ്പർ ഓഫ് ഷെയർസ് എങ്കിലും ട്രേഡിംഗ് നടത്തുന്ന കമ്പനീസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. അത്തരം കമ്പനികളായിരിക്കും ഭാവിയിൽ നമുക്ക് വിൽക്കേണ്ട ആവശ്യം വരുന്ന സമയത്തും അത് വാങ്ങാനായിട്ട് ഒരാളുണ്ടാവേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അത്തരം കമ്പനികൾ ഹൈ ട്രേഡിംഗ് വോളിയുള്ള കമ്പനികളും കൂടെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഈ ഒരു 5 പോയിന്റ്സ് ആണ് വളരെ ചുരുക്കിയിട്ട് ഒരു നല്ല ഷെയർ കണ്ടെത്താനായിട്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. അപ്പോൾ ഇനിയും കൂടുതൽ ഓഹരികൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.